നമസ്കാരം. ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈൻ്റെ പടയൊരുക്കം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായ മലപ്പേരൂർ വാർഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായ തനീൽ ഷറഫും UDF സ്ഥാനാർത്ഥിയായ ടോം കെ ജോർജും നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് അവർക്ക് ഈ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കി കേൾക്കാം. ആദ്യമായി LDF സ്ഥാനാർത്ഥി വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് അറിയുന്നത്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? കുടിവെള്ളം എന്ന് പറയുന്നത് ഈ പ്രദേശത്തില്ല. കർഷക തൊഴിലാളികളും ടാപ്പിങ്ങുകാരും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവർ അന്നന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വേതനം അരി മേടിച്ചതിന് ശേഷം കുടിവെള്ളത്തിന് വേണ്ടി വാഹനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവന്ന് അന്യപ്രദേശത്തു നിന്നും കൊണ്ടുവന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ കിണറിൽ പോയി അവരുടെ വീട്ടുകാരുടെ അനുവാദങ്ങൾ വാങ്ങിയിട്ട് അവിടുന്ന് ശുദ്ധജലം എടുത്ത് കൊണ്ടുവന്നാണ് ആഹാരം പാചകം ചെയ്ത് കഴിക്കും. ഈ ദുസ്ഥിതി ഇവിടുന്ന് മാറണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 35 വർഷക്കാലം പൊതുപ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. ശാശ്വത പരിഹാരമായിട്ട് ഈ സംഭവം നടത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥാനാർത്ഥിയാവുന്നത് എനിക്കും എൻ്റെ വീട്ടിലും കുടിവെള്ളമില്ല. വ്യക്തമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇതിന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യ നടപടി സമരം ചെയ്താലും ശരി ഇവിടെ ഈ നാട്ടുകാർക്ക് എനിക്കുൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്ന സംവിധാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാകുന്നു? പ്രചരണം എങ്ങനെയാണ്? ഇലക്ഷൻ പ്രചരണം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് വളരെ മര്യാദയായി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിയമം അതേ നിലയിൽ തന്നെ തുടർന്ന് വീടുകൾ കയറി മാസ്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മര്യാദയായിട്ട് അകലം പാലിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ ഓരോ വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ ജനങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 35 വർഷക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച സമയത്തും ഈ പ്രദേശത്ത് എൻ്റെ കൂട്ട് പാവങ്ങളുടെ എന്ത് കാര്യത്തിനും ഞാൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ആ ഒരു സ്വീകാര്യത എനിക്ക് ഈ ഇലക്ഷനിൽ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇപ്പോൾ 35 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി ഇരുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി മാറാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? പാർട്ടി മാറാനുണ്ടായ പ്രധാന സാഹചര്യം ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് അവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം കാണിച്ചു. ഇവിടുത്തെ വലിയൊരു നേതാവായിരുന്ന ഏബ്രഹാം ഇലഞ്ഞിമണ്ണിൽ എന്ന് പറയുന്ന ആളിനെ ദയനീയമായി പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്ത കൂട്ടറിലുള്ളവരിൽ പ്രധാനപ്പെട്ടവരാണ് ഇപ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ നേരിടുന്നത്. സത്യം ജയിക്കണം. ഇവിടെ എന്ത് സംഭവിച്ചു, അദ്ദേഹം പരാജയപ്പെടാനുണ്ടായ കാരണം എന്തെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇവിടെ സത്യം ജയിക്കുന്ന കാര്യങ്ങളിലേക്കാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം വരാൻ ഞാൻ തീരുമാനിച്ചത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ വികസനം എത്താനുണ്ട്. റോഡുകളുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ വികസനം എത്താനുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യം. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വികസനമായിരിക്കും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മേഖലയ്ക്കായിരിക്കും? ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. രണ്ടാമതായിട്ട് നിർധനരായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണിത്. ഇവിടെ
ഏത് സമയത്തായാലും ഒരു രോഗം പെട്ടെന്ന് പിടിപെട്ട് അവശത അനുഭവിക്കുന്ന പല ആളുകളും ഇന്ന് ഈ വീടുകളിൽ നിയമപരമായും ഒരു കാര്യവും കിട്ടാതെ അവശത അനുഭവിക്കുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുള്ള മേഖലയാണിത്. ഞാൻ ജയിച്ചു വന്നാൽ പഞ്ചായത്ത് മെമ്പർ ആയിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ആംബുലൻസ്, അതിൻ്റെ എല്ലാ നിയമപരമായ കാര്യങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ മുൻകൈയെടുത്ത് ആംബുലൻസ് ഈ വാർഡിലെ മൊത്തം ആളുകൾക്കും ഉപയോഗിക്കത്തക്ക നിലയിൽ ഇവിടെ മേടിച്ച് കൊണ്ടുവരും. 2, മലപ്പേരൂർ 1-ാം വാർഡിൽ കൊച്ചു കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു സൗകര്യമില്ല. ഇവിടെ ഒരംഗൻവാടി കൊണ്ടുവരാൻ പഞ്ചായത്ത് മെമ്പറായാൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ കൊണ്ടുവരുന്നതിന് ഞാൻ മുൻകൈയെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇട്ടിവ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു വാർഡ്. ഇവിടെ പല റോഡുകളും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ കിടക്കുകയാണ്. ഇതെല്ലാം കണ്ടാൽ ഇപ്പോൾ വന്ന് നേരിട്ട് കണ്ടാൽ നേരിട്ട് കാണിച്ചു തരാനുള്ള ഒരവസരമുണ്ട് ഇവിടെ. അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നമുക്ക് കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് ജില്ലയിലും ബ്ലോക്കിലും കിട്ടുന്ന ഫണ്ടുകൂടെ ചേർത്ത് MLAയും ഗവൺമെൻറ് സംവിധാനങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ക്രമീകരിക്കാനാണ് ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് തനിയിൽ ഷറഫ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഞാൻ മലപ്പേരൂർ വാർഡിൽ മത്സരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന നൗഷാദിനെ അരിവാൾ നെൽക്കതിർ അടയാളത്തിലും, ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സാം കെ ഡാനിയലിനെ അരിവാൾ ആവേശകരമായ ഒരു പ്രതികരണം, പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ്. കലാകാലങ്ങളിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും സാമൂഹിക പശ്ചാത്തലങ്ങൾക്കും അനുയോജ്യമായ ഒരു വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഭൂരിഭാഗം വരുന്നത്. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിലൊക്കെ ചില പരാതികളൊക്കെ വരുന്നുണ്ട്. ഈ തനിയിൽ റോഡിലൊക്കെ ആളുകളൊക്കെ അവർ തന്നെയാണ് എല്ലാ വർഷവും പണിയുന്നതെന്നൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ റോഡിനെ പറ്റിയും അതൊക്കെ എന്താണ് ഈ അത് ഒരു റോഡിൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങളുടെ ഈ മലപ്പേരൂർ വാർഡിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ റോഡുകൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അതായത് ഏത് പുരയിടത്തിൽ പോകുന്നതിന് വേണ്ടി ഇവിടെ റോഡുണ്ട്. അത് കാലാകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നന്നാക്കിയെടുക്കുക എന്നുള്ളൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് ഈ വാർഡിൽ കാലാകാലങ്ങളിലായി ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ജയിച്ചു വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ MLAയോ ഭീമമായ ഫണ്ടുകൾ വരുന്ന മേഖലകളാണ് ഇതെല്ലാം. ഇവരാരും ഈ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തെ ഇവർ തിരിഞ്ഞു നോക്കാറില്ല. അത് കാലങ്ങളായി നടക്കുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത് മുഴുവൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വിഹിതമായി കിട്ടുന്ന 5-6 ലക്ഷം രൂപ ഒരു വർഷം. പിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്ന MBA ആണ്. ഈ 2 പേരിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാണുന്ന സകല വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബാക്കി റോഡുകളൊക്കെ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള വികസനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അത് ഒന്നാമത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഗ്രാമപ്രദേശത്ത് കുടിവെള്ളക്ഷാമം വളരെയേറെ രൂക്ഷമായിരിക്കുന്ന ഒരു മേഖലയാണ്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി ഇതുവരെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതികളൊക്കെ വരേണ്ട സാഹചര്യം അറിയാമല്ലോ. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് അതിലുള്ള സ്വാധീനമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളത് എന്ത് സംഭവിച്ചാലും ശരി, അടുത്ത 5 വർഷം ഈ നാടിൻ്റെ ഏറ്റവും പരപ്രധാനമായി ജനങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനുള്ള ഈ കുടിവെള്ളക്ഷാമം അത് പരിഹരിക്കുന്നതിന് വേണ്ടി 100% ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ശ്രമിക്കും.
പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, അതെ. പിന്നെ വൈദ്യുതി വിളക്കുകൾ, അങ്ങനെയുള്ള ചില എല്ലാ അടിസ്ഥാന മേഖലയിലും സജീവമായ സാന്നിധ്യം ഉണ്ടാകാൻ ശ്രമിക്കും. എന്നോടൊപ്പം നിൽക്കുന്ന പലരുണ്ട്, UDFിൻ്റെ സ്ഥാനാർത്ഥികളായി. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ജയിച്ചു വന്നു കഴിയുമ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു കാലാവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട്. നിശ്ചിതമായും ഇത് അവിടെ സംഭവിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ ഞങ്ങൾ UDFിന് ശക്തമായൊരു സ്വാധീനം ഉണ്ടായി കഴിയുമ്പോൾ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അത് കൃഷി മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പശ്ചാത്തല മേഖലയിൽ, റോഡ് വികസന കാര്യങ്ങളിൽ, കുടിവെള്ള വിതരണത്തിൽ, അങ്ങനെ സമഗ്ര മേഖലയിൽ സമൂലമായ ഒരു മാറ്റവും അടിസ്ഥാനപരമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ റോഡ് തന്നെ വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇത് ഈ കുഴിയത്ത് നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് മലപ്പേരൂർ വഴി കടന്നു പോകുന്ന ഈ റോഡാണ് ഈ മലപ്പേരൂർ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയരേഖ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഇതിന് ബഹുമാനായ NK പ്രേമചന്ദ്രൻ MPയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുതൽ കുഴിയത്ത് നിന്ന് ആരംഭിച്ച് തലയാറ്റ്, മേവറം, മൂലപ്പണ വഴി മുരിയല്ലൂർ ക്ഷേത്രം, ആനപ്പഴയ്ക്കൽ പ്രധാന റോഡിൽ എത്തിച്ചേരുന്ന ഏകദേശം 5.25 കിലോമീറ്റർ ദൂരം 5.25 കോടി രൂപയ്ക്ക് വളരെ നല്ല രീതിയിൽ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം ജനുവരി മാസത്തോടു കൂടി ഇതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള ശ്രമത്തിൽ. ഞാൻ ടോം K. ജോർജ്, മലപ്പേരൂർ വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് VT സുബിയും, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ VO സാജനും മത്സരിക്കുന്നു. ഞങ്ങളെ 3 പേരെയും കൈ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. രണ്ടുപേരും ഈ വാർഡ് നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അതിന് അവർക്ക് കഴിയുന്ന സഹായങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.